ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നും കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റിജ്കുട്ടി ഇന്ന് ആദ്യമായിട്ട് പോവുക കേട്ടോ LKG. അപ്പോൾ പുതിയ യൂണിഫോമാണ് അവിടുത്തെ. പിന്നെ റഹീസ് കുട്ടിക്കും ഇന്ന് പുതിയ യൂണിഫോം അടിച്ചിട്ടുണ്ട് കേട്ടോ. പോയ പ്രാവശ്യം ഞാനാണ് അടിച്ചത്, അത് ശരിയായി ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ എനിക്ക് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് അടിച്ച് മേടിച്ചാട്ടോ. അപ്പോൾ ദാ അവള് ബാഗൊക്കെ തൂക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പോകാൻ അവളുടെ അത്താനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചപ്പാത്തിയും ചായയും ഒക്കെ കുടിച്ച് പ്രിൻസിമോൾ ചോറും ഉരുളിവാട്ടിയും പിന്നെ ചപ്പാത്തി കഴിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി. മക്കളെ രാവിലത്തെ ഒരു ഓട്ടം അല്ലേ, സ്കൂളിൽ പറഞ്ഞയക്കുന്നതും നേരത്തെ വെച്ചാൽ പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാവും. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, ഉള്ളിവാട്ടി ഉണ്ടാക്കി. പിന്നെ അവൾക്ക് ചോറും ഉള്ളിവാട്ടിയും കൊണ്ടുപോയി കഴിക്കാൻ ചപ്പാത്തിയും കൊടുത്തു. റജിക്കുട്ടിയും റയീസ് കുട്ടിയൊക്കെ പോയിട്ടാണ്. പക്ഷെ നമ്മുടെ ഫാത്തിമക്കുട്ടിക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ. അവൾക്ക് നല്ല പനിയായ കാരണം സ്കൂളിൽ നിന്ന് വൈകുന്നേരം വരും. ഇന്നലെ പോയപ്പോൾ വൈകിട്ട് കൂട്ടിട്ട് വരുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ, ഒത്തിരി പനി പോലെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നൊക്കെ ഒത്തിരി രാത്രി അധികമായി. മരുന്നൊക്കെ തുടച്ച് ഇങ്ങനെ കടത്തിക്ക് കേട്ടോ. അപ്പോൾ അവൾ നല്ല ഉറങ്ങുകയാണ് മരുന്നിൻ്റെ ഇതിൽ. ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. അത് തന്നെ അവൾക്ക് ഇന്ന് സ്കൂളിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാനൊരു കമൻറ്റിൽ കണ്ടു, നിങ്ങൾ ആരോ ഇവള് നടന്നതിനെ കുറിച്ച് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് എഴുതണമെങ്കിൽ തോനെ എഴുതണ്ടേ. അപ്പോൾ ഞാൻ എന്നാൽ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവള് ആദ്യമൊന്നും ഒക്കെ അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ വൈകിട്ടാട്ടോ ചെയ്തത്. തല ഉറച്ചത്, നടന്നത്, ഇരുന്നത് ഒക്കെ എല്ലാം വൈകിട്ടാണ്. അപ്പോൾ സംസാരം വൈകിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടാവട്ടെ. പിന്നെ അതുപോലെ ബുദ്ധിൻ്റെയും കാര്യം, ഈ തലച്ചോറിൽ ഇത്തിരി വളർച്ച കുറവുള്ളത് കൊണ്ട് സംസാരത്തിന് എന്താണെന്നുള്ളത് അറിയില്ല. അവൾക്ക് ഹോമിയോ മരുന്ന് കേട്ടോ കൊടുക്കണത്. നമ്മൾ ഇവിടെ പാലക്കാട് ചുണ്ണമ്പത്തറ ഹോമിയോ. ആ മരുന്ന് കൊടുത്ത ശേഷം തൊട്ട് അവൾ നടക്കാൻ തുടങ്ങിയത്. അതായത് 8ാമത്തെ വർഷം തൊട്ട് അവൾക്ക് മരുന്ന് കൊടുക്കണം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് ചുണ്ണമ്പത്തറ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഫോൺ നമ്പർ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ നമ്പർ തന്നിട്ട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് വഴി അയച്ചു തരാം. ആ കുട്ടിക്ക് അങ്ങനെ അവിടെ പോയവർക്കും എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ ഇവളെ 2 വയസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ നോർമൽ കുട്ടിയാക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇവളിങ്ങനെ ആവാൻ കാരണം എന്നൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരിക്കലും കൂടി ഞാൻ ഇടാം. അപ്പം ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ല എന്ന് വെച്ചിട്ട്. അപ്പോൾ അവളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അവൾ പ്രസവം വഴുകി ഇങ്ങനെ പ്രസവിക്കുന്ന സമയത്തൊക്കെ അവൾ വയറ്റിലായിരുന്നു. അതുകൊണ്ടൊക്കെ മഷി ഇറക്കിയിട്ടൊക്കെ അങ്ങനെ ആയതാണ് അവൾക്ക്. 1 മാസം തൃശ്ശൂർ മുളകുന്നം ഹോസ്പിറ്റലിൽ ICUലായിരുന്നു കേട്ടോ. 1 മാസം വെന്റിലേറ്ററിലായിരുന്നു. ശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടുമെന്ന് വിചാരിച്ചതേ അല്ല. അങ്ങനെ കിട്ടിയ ഒരു കുട്ടിയാണ് അവള്. പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ എന്താ പറയുക, പ്രാർത്ഥനയിലുപരി ഒന്നുമില്ല എന്ന് പറയില്ലേ, അധികം പ്രാർത്ഥനയാണ് കേട്ടോ. എല്ലാവരും അവൾക്ക് വേണ്ടി നല്ല പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിലും വലിയ മരുന്ന് വേറില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അവളെ കിട്ടിയത്. അപ്പോൾ അവിടെ ഹോമിയോയിൽ ഞാൻ 6 വയസ്സിലാണ് അവളെ കാണിക്കാൻ തുടങ്ങിയത് അവിടെ. അപ്പോൾ ആദ്യമൊന്നും ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക്. ഇരുന്നങ്ങനെ ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരിക്കും. അതേസമയം കരഞ്ഞുകൊണ്ടേയിരിക്കും, ചിരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ ഒരു പ്രകൃതമുള്ള ഒരാളായിരുന്നു. ഒരു പ്രത്യേകതരം കുട്ടീന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും ഒരു ഇതിലായത് നമ്മൾ അവിടുത്തെ മരുന്ന് കൊടുത്തിട്ടാട്ടോ. പാലക്കാട് ചുണ്ണമ്പത്തറ ഹോമിയോ എന്ന് പറയും. അപ്പോൾ അവിടെ 2 നേരം നോക്കും. ബുക്ക് ചെയ്ത് നമ്മൾ പോകണം. വെയിറ്റിംഗ് ചെയ്ത് നിന്ന് ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങാനൊക്കെ നല്ല ഒരു ദിവസത്തെ പണിയാണ്. എന്നാലും നമ്മൾ എന്താ പറയുക, അവൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ കുറേ മരുന്ന് കൊടുത്ത് ഇങ്ങനെ ആക്കിയെടുത്ത് എന്ന് തന്നെ പറയാം. അതിലുപരി നമ്മൾ വലിയ എന്താ പറയുക പ്രാർത്ഥനയാണ് കേട്ടോ. അവൾക്ക് നമ്മൾ അള്ളാഹിനോട് കൂടുതൽ അടുക്കുക, നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ കിട്ടിയ ഒരു മുത്താണ് അവൾ നമ്മുടെ. അപ്പോൾ ഇപ്പോൾ അവൾക്ക് പനിയാണ് കേട്ടോ. പനിയപ്പോൾ ഒരു സമാധാനമില്ല. ഫിക്സൊക്കെ വരുന്നത് കൊണ്ട് എനിക്ക് പേടി. ഫിക്സിന് മരുന്ന് ഞാൻ 2 നേരം കൊടുക്കുന്നുണ്ട് അവൾക്ക്. അപ്പോൾ പിന്നെ ഞാൻ ഈ വോയിസ് കേൾക്കുമോയെന്ന് അറിയില്ല. എൻ്റെ ഫോൺ കുറച്ച് കംപ്ലൈൻ്റ് ആയി, സൗണ്ട് ഇല്ലാണ്ടായി കേട്ടോ എൻ്റെ വോയിസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേൾക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇനി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അവളുടെ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോയും കൂടി ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അവൾക്ക് ആ മരുന്ന് കൊടുത്തപ്പോഴാണ് അവൾക്ക് മാറ്റങ്ങളൊക്കെ വന്നത് കേട്ടോ. ഓരോരോ കുഞ്ഞു മാറ്റങ്ങളൊക്കെ വന്നത്. അപ്പോൾ എന്താണ് എപ്പോഴും നമ്മൾ തുടർന്ന് മരുന്ന് കൊടുക്കുന്നുണ്ട്, ഹോമിയോ മരുന്ന്. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് വേറെയും കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫിക്സിൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ് അവളെ നമുക്ക് ഈ ഒരു മരുന്നിലൂടെയാണ് ഇപ്പോൾ അവൾ പിടിച്ച് നിൽക്കുന്നത്. ആദ്യമൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, മിക്സിയിലടിച്ചിട്ടൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ എനിക്ക് വിട്ടാ ഫിക്സ് വരുമ്പോൾ എടുത്ത് ഓടൽ തന്നെയായിരുന്നു പണി. പിന്നെ ഈ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയ ശേഷമാണ് കേട്ടോ സോഡിയം വാൾപ്രൈറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് ആൾക്ക് ഞാൻ കൊടുക്കുന്നത്. അത് കൊടുത്ത ശേഷമാണ് ഫിക്സ് നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല, കാണാണ്ടിരിക്കട്ടെ. പിന്നെ ഈ ഹോമിയോ മരുന്ന് കൊടുക്കണതുകൊണ്ട് കേട്ടോ അവളുടെ മാറ്റങ്ങൾ വരുന്നത്, അവൾ നടന്നതും എല്ലാം. അപ്പോൾ ആ മരുന്ന് ഒന്ന് നിങ്ങൾ ആരാ പറഞ്ഞവരൊന്ന് നോക്കി പറ്റിയ ചിലപ്പം മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇനി എന്താ പറയുക, താമ്പാതി തമ്പുരാൻ നമ്മളിൽ ആവുന്നത് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇനി അള്ളാൻ്റെ കയ്യിലാണൊക്കെ, അവളുടെ കാര്യങ്ങളൊന്ന് ചെയ്ത് കിട്ടിയാൽ ഭാഗ്യമായി. അപ്പം അത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം അത്ര തന്നെ ഉള്ളൂ. അവളുടെ കാര്യം ഇപ്പം അവൾക്ക് ഇനി പനി ആയതുകൊണ്ട് ഇനി അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം, തുടച്ചു കൊടുക്കാനും ഒക്കെ നമ്മളൊപ്പം നിൽക്കണം. അവരൊക്കെ സ്കൂളിൽ പോയി ഇനി 3 മണിയൊക്കെ ആവില്ല വരുമ്പോൾ. പിന്നെ ഇനി കുറച്ച് അത്യാവശ്യം ചോറും കൂട്ടാനും അടുക്കള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് അടിച്ചു വാരി തുടക്കുക, തിരുമ്പലും രാവിലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ അടിച്ചു വാരി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളൂ. അപ്പോൾ എന്തായാലും ചോദിച്ച ആൾക്ക് പ്രത്യേകം നമ്മൾ ഈ മരുന്ന് ഹോമിയോ മരുന്നാണ്, പക്ഷെ മെല്ലെ പിടിക്കുകയാണെങ്കിലും നല്ലൊരു മാറ്റം അതിലുണ്ട്. നല്ലൊരു ഡോക്ടറും കൂടിയാണ് കേട്ടോ, പേര് കേട്ട ഒരു നല്ലൊരു ഡോക്ടറാണ്. എല്ലാം എവിടേക്കേ പോയി ഇതായി വന്നൊരു ഡോക്ടറാണ്. അപ്പോൾ ഫുള്ള് ഡീറ്റെയിൽസ് നമ്മൾ കാർഡിൽ ഫോൺ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. എത്ര ജനങ്ങൾ എവിടെ നിന്നൊക്കെ എത്രയൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിറയെ ആൾക്കാർ വരുന്നത്, ഓരോരോ ഭാഗത്ത്. പിന്നെ അത് പുറമെ നമ്മൾ ഖത്തർ അങ്ങനെയുള്ള ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് വർഷത്തിന് ഉള്ള മരുന്നൊക്കെയാണ് കേട്ടോ കടത്തി അയക്കുന്നത്. അത്രയും നല്ല പവർഫുള്ളാണ് അവിടുത്തെ മരുന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ അവൻ്റെ ഇതിൽ വേണമെന്ന് കൊടുക്കാം. അപ്പോൾ അവൾക്കിപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഈ മരുന്ന് ഇനിയും തുടർന്ന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മാറ്റം നേരത്തെ വെച്ചായിരുന്നേ ഭയങ്കര ക്ഷീണം ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 4 ആളിനെ 4 ഭാഗത്ത് എത്തിക്കണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫാത്തിമക്കുട്ടി ഫസ്റ്റ് ദിവസം പോയി, പിന്നെ അതാ ലീവ് പോയി. അപ്പോൾ ഇന്നത്തെ റിയസ് വന്നിട്ടുണ്ട് കഴിക്കാൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ടാക്കാം കേട്ടോ.